everyone, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So let us start. The value of the limit t tends to 0, 5 minus t whole square minus 25 whole divided by t is equal to options a minus 10, b minus 5, c 10, d 5, e 0. Correct answer is option a minus 10. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കൂ. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു 0, 5 മൈനസ് ടി ഹോൾ സ്ക്വയർ മൈനസ് 25 ഹോൾ ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ട്ലി നമുക്ക് ടി ടെൻസ് ടു 0, അതായത് ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ 5 മൈനസ് 0 ഹോൾ സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ 0, അതായത് 25 മൈനസ് 25 ബൈ 0, ദാറ്റ് ഇസ് 0 by 0 ഫോം വന്നു അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ 0 by 0 ഇൻഫിനിറ്റ് ഫോം ഒക്കെ വന്നു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ഫോംസ് വന്നു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് അനദർ വേ ടു അപ്ലൈ ദിസ് ലിമിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഫ്രാക്ഷൻസ് ആക്കാൻ പറ്റുമോ, അതായത് തന്നിരിക്കുന്ന ടേംസിന് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇതുപോലെ റാഷണലൈസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഫൈനലി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം. ലിമിറ്റ് ടി ടെൻസ് ടു 0, ഈ 5 മൈനസ് ടി ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ. സോ 5 സ്ക്വയർ 25 മൈനസ് 2ab, അതായത് 2 ഇൻറ്റു 5 ഇൻറ്റു ടി, ദാറ്റ് ഇസ് 10t പ്ലസ് ടി സ്ക്വയർ, ബി സ്ക്വയർ അല്ല അപ്പോൾ ടി സ്ക്വയർ. ഇനി ഈ മൈനസ് 25 നമ്മൾ അങ്ങനെ തന്നെ എഴുതുക, ഹോൾ ഡിവൈഡഡ് ബൈ ടി. ക്ലിയർ ആയല്ലോ. ജസ്റ്റ് ആ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാണ്ടോ നോക്കൂ. 25 മൈനസ് 25 ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി ടേംസ് ഏതൊക്കെയാണ്? മൈനസ് 10t പ്ലസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ ടി. ഇവിടെ ടി എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലേ. അപ്പോൾ യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ടി ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 10 പ്ലസ് ടി ഹോൾ ഡിവൈഡഡ് ബൈ ടി. സോ ഈ ടിയും ടിയും ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് ഇനി ബ്രാക്കറ്റിലുള്ളത് മൈനസ് 10 പ്ലസ് ടി. ഓക്കെ, ഈ രണ്ട് ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻഡിവിജ്വലി ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ടേംസ് ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ടി കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു 0 ഓരോ ടേംസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട്. ഇനി നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു 0 മൈനസ് 10 പ്ലസ് ടി ആണ് അല്ലേ. എഗെയിൻ നമുക്ക് ലിമിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് ടി ടെൻസ് ടു 0 മൈനസ് 10 പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി. സോ ഫസ്റ്റ് ടേമിൽ ടി എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പോൾ ടി ടെൻസ് ടു 0 എന്ന് പറയുന്നത് അവിടെ യൂസ്ഫുൾ അല്ല അല്ലേ. സോ മൈനസ് 10 തന്നെ വരും. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ടേമിന് ടി 0 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. സോ മൈനസ് 10 പ്ലസ് 0, ദാറ്റ് മീൻസ് മൈനസ് 10 ആണ് ഈ ലിമിറ്റ് ഓഫ് ഫംഗ്ഷന്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, integral of tan raised to 5x sec square x divided by tan raised to 12x plus 1 dx is equal to. ടേംസ് കാണുമ്പോൾ കുറച്ച് ഹയർ ടേംസ് ആണ്, പക്ഷെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്, വളരെ ഈസിയാണ്. ഓപ്ഷൻസ് നോക്കാം. എ 1/6 tan inverse of tan raised to 6x plus c, b 1/2 tan inverse of tan raised to 6x plus c, c 1/4 tan inverse of tan raised to 4x plus c, d 1/3 tan inverse of tan raised to 3x plus c, and last one e 1/7 tan inverse of tan raised to 7x plus c. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1/6 tan inverse of tan raised to 6x plus c. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ പറഞ്ഞു അല്ലെ. tan raised to 6xനെ u ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയല്ലോ. ലെറ്റ് u is equal to tan raised to 6x. അപ്പോൾ എന്തുകൊണ്ടാണ് tan raised to 6x തന്നെ u ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ടേം ശ്രദ്ധിക്കാം. tan raised to 5x into sec square x into dx ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് സ്പ്ലിറ്റ് ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യും. tan raised to 5x ഉണ്ട്, sec square x ഉണ്ട്, dx ഉണ്ട്. അപ്പോൾ tan xന്റെ ഡെറിവേറ്റീവ് ആണ് sec square x dx അല്ലേ. അത് മാത്രമല്ല tan raised to 5x കിട്ടണമെങ്കിൽ tan raised to 6xനെ നമ്മൾ വൺസ് ഡെറിവേറ്റീവ് കാണണം. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് u is equal to tan raised to 6x എടുത്തത്. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കാണാം LHS and RHS. സോ du is equal to RHS എന്ത് വരും? നമ്മളിപ്പോൾ സാധാരണ x raised to 6നെ എങ്ങനെ എഴുതാം? 6x raised to 5 അല്ലേ. അതുപോലെ tan raised to 6x ആദ്യം 6 into tan raised to 5x എന്ന് എഴുതി.
ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഫംഗ്ഷൻ എന്താ, ടാൻ എക്സ് അല്ലേ, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. എൽ എച്ച് എസിൽ ജസ്റ്റ് യു മാത്രമേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി യു ആണ്. ഇനി ആർ എച്ച് എസിൽ ടാൻ റേസ് ടു 6x ഉണ്ട്. സോ ഈ പവർ അനുസരിച്ച് നമ്മൾ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആദ്യം ചെയ്യാം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ടാൻ റേസ് ടു 5x വന്നു. ഇനി ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ക്ലിയർ ആയല്ലോ? ഇത്രയും ടേംസ് ഓൾറെഡി നമുക്ക് ന്യൂമറേറ്ററിൽ ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഈ 6നെ ഇനി എൽ എച്ച് എസിൽ കൊണ്ടുപോകാം. സോ വി ഗെറ്റ് ടാൻ റേസ് ടു 5x ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്തായിട്ട് കിട്ടും? 1/6 ഇൻറ്റു ഡി യു. ക്ലിയർ ആയല്ലോ? 1/6 ഇൻറ്റു ഡി യു. അപ്പൊ ന്യൂമറേറ്റർ എൻറ്റയർ ടേമിനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? 1/6 ഡി യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്താണ് വരിക? സോ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ടാൻ റേസ് ടു 12x പ്ലസ് 1 ആണ്. സോ ഓൾറെഡി ഈ 12നെ നമുക്ക് പവർ ഇപ്പോൾ ടാൻ റേസ് ടു 6x ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലെ? കാരണം എന്താ, ഇപ്പോൾ എക്സ് റേസ് ടു 6 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 6 ഇൻറ്റു 2 വരും. സോ എക്സ് റേസ് ടു 12 വരും. അതുപോലെ ടാൻ റേസ് ടു 6x ഹോൾ സ്ക്വയർ ആണ് എന്ത്? ടാൻ റേസ് ടു 12x. സോ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? യു സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? കാരണം ടാൻ റേസ് ടു 6x യു ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് യു സ്ക്വയർ പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്റഗ്രൽ ടാൻ റേസ് ടു 5x സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ടാൻ റേസ് ടു 12x പ്ലസ് 1നെ നമുക്കപ്പോൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ന്യൂമറേറ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡി യു ബൈ 6 ആണ്. ഡിനോമിനേറ്റർ ഇപ്പോൾ യു സ്ക്വയർ പ്ലസ് 1 കിട്ടി. ഇനി ഈ 1/6 ഔട്ട്സൈഡ് ചെയ്ത്, സോ ഇന്റഗ്രൽ 1/1 പ്ലസ് യു സ്ക്വയർ ഡി യു. നമുക്കറിയാം ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുലയാണ് അല്ലേ? സോ ഇതിനെ ടാൻ ഇൻവേഴ്സ് യു ആയിട്ട് റീപ്ലേസ് ചെയ്യാം, കാരണം ഇവിടെ വേരിയബിൾ യു അല്ലേ. സോ ടാൻ ഇൻവേഴ്സ് യു എന്ന് എഴുതാം. ഫൈനൽ സ്റ്റെപ്പിൽ യു നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തത് അത് ബാക്ക്, അതായത് തിരിച്ച് പഴയ ആ ടേം ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. സോ യു നമ്മൾ ടാൻ റേസ് ടു 6x ആയിട്ടാണ് എടുത്തത്. സോ ഫൈനൽ ആൻസർ എന്ത് വരും? 1/6 ടാൻ ഇൻവേഴ്സ് ഓഫ് യു, അതായത് ടാൻ റേസ് ടു 6x പ്ലസ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, real part of 1 plus I by 1 minus I into 2 plus I by 2 minus I is equal to options തന്നിരിക്കുന്നത് A 3/5, B minus 3/5, C 4/5, D minus 4/5 and E minus 1/5. കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്, minus 4/5. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ 1 plus I by 1 minus I പിന്നെ 2 plus I by 2 minus I ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകണം. ക്ലിയർ ആയോ? ആദ്യം 1 plus I by 1 minus I, അതിന്റെ കോൺജുഗേറ്റ് പെയറിലെ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഐയുടെ കോൺജുഗേറ്റ് പെയർ 1 plus I ആണ്. സോ അത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സിമിലർലി 2 plus I by 2 minus I ടേം അതിന്റെ അഗെയിൻ ഇതുപോലെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് പെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 2 plus I കൊണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ടേംസ് കൺസിഡർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 1 plus I ഹോൾ സ്ക്വയർ വരും ആൻഡ് ഡിനോമിനേറ്ററിൽ എന്താ വരിക? ശരിക്കും പറഞ്ഞാൽ a plus IB into a minus IB. You can directly write it as a square plus b square. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ a plus b into a minus b നെ a square minus b square എന്നാണ് എഴുതുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോം തന്നെ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് a തന്നെയാണ് a സ്ക്വയർ എന്ന് എഴുതി. ഇനി മൈനസ് ബി സ്ക്വയറിൽ ഇവിടെ ഐ ബി ആണ് ബിക്ക് പകരമുള്ളത്. സോ ഐ ബി ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? സോ എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ. ഈ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് -1 ഇൻറ്റു ബി സ്ക്വയർ, ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ a പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറയുന്നത് നമുക്ക് എന്താ ഫൈനലി കിട്ടുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല ഡയറക്റ്റായി അപ്ലൈ ചെയ്യും.
സോ ഫസ്റ്റ് ടേമിന്റെ ന്യൂമറേറ്റർ ഹോൾ സ്ക്വയർ വന്നു ഡിവൈഡഡ് ബൈ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 1 സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുന്നത് ഐ ഇൻറ്റു ബി, ഇവിടെ ബി എന്ന് പറയുന്നത് 1 ആണ് കോഎഫിഷ്യന്റ് അല്ലേ. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഇസ് 2 കിട്ടും. ഓക്കെ, അതേപോലെ ഇവിടെ 2 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ അഗെയിൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 4 പ്ലസ് 1 ദാറ്റ് ഇസ് 5 കിട്ടും. ഓക്കെ, സോ ഇനി ന്യൂമറേറ്റേഴ്സ് ഇതേപോലെ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയറും ആൻഡ് 2 പ്ലസ് ഐ ഹോൾ സ്ക്വയറും അത് നമ്മൾ ഇലാബറേറ്റ് ചെയ്യാം സാധാരണ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ. സോ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതേപോലെ തന്നെ 2 പ്ലസ് ഐ ഹോൾ സ്ക്വയറിന്റെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആയല്ലോ. ഇനി ഡിവൈഡഡ് ബൈ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ 2ഉം 5ഉം എങ്ങനെ കിട്ടണേ പറഞ്ഞു അല്ലേ. ഇനി ഐ സ്ക്വയർ എവിടെയെങ്കിലും റീപ്ലേസ് ചെയ്യാം ബൈ -1. ഓക്കെ, അപ്പോൾ ഇവിടെ 4 മൈനസ് 1 എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ 3 പ്ലസ് 4i ക്ലിയർ ആയല്ലോ. 4 മൈനസ് 1 ദാറ്റ് ഇസ് 3 പ്ലസ് 4i. അപ്പോൾ 3 പ്ലസ് 4i ഹോൾ ബൈ 5. നെക്സ്റ്റ് വൺ ഇതേപോലെ ഐ സ്ക്വയർ -1 ആണ്, -1ഉം 1ഉം ക്യാൻസൽ ആയി, അപ്പോൾ 2i ബൈ 2 കിട്ടും. ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, ഇവിടെ ഐ മാത്രം വരും. 3 പ്ലസ് 4i ബൈ 5. എഗെയിൻ ഈ ഐ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, എന്നിട്ട് ഈ 5നെ സെപ്പറേറ്റ് ആയി ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. ക്ലിയർ ആയല്ലോ. സോ 3i ബൈ 5 അതായത് 3 ബൈ 5i പ്ലസ് നെക്സ്റ്റ് ടേം 4 ബൈ 5 ഇൻറ്റു ഐ സ്ക്വയർ വരും അല്ലേ. 2i ടേംസ് അല്ലേ, i into i that is i square അല്ലേ. i square എന്ന് പറയുന്നത് -1 ആണ്. So we get -4 by 5 plus 3 by 5i. ഓക്കെ, ഇനി ഇതിന്റെ റിയൽ പാർട്ട് അല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ -4 by 5 ആണ് റിയൽ പാർട്ട്. Next question, let z be a non-zero complex number such that z equal to 16 by z bar. Then the locus of z is, locus എന്ന് പറയുന്നത് ഇതുപോലെ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് അല്ലേ. അതെന്താണ് റെപ്രസെന്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ സ്ട്രെയിറ്റ് ലൈൻ, ബി പരാബോള, സി ആൻ എലിപ്സ്, ഡി എനി സർക്കിൾ, ഇ എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ. ഇതിൽ കറക്റ്റ് ആൻസർ ലാസ്റ്റ് ഓപ്ഷൻ ഇ എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ. ഇതാണ്, അതായത് z കൊണ്ടൊരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണ്, അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു 16 ബൈ z ബാർ, അതാണ് റിലേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. സോ ലോക്കസ് ഓഫ് z റെപ്രസെന്റ് ചെയ്യുന്നത് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ എന്നാണ്. നമുക്ക് നോക്കാം, z-നെ സാധാരണ കോംപ്ലക്സ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ x പ്ലസ് ഐ വൈ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ z-ന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? ഇതിന്റെ കോൺജുഗേറ്റ് പെയർ ദാറ്റ് ഇസ് x മൈനസ് ഐ വൈ. ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? z ഈക്വൽ ടു 16 ബൈ z ബാർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് z ആൻഡ് z ബാർ. അപ്പോൾ x പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു 16 ബൈ x മൈനസ് ഐ വൈ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x മൈനസ് ഐ വൈയുടെ കോൺജുഗേറ്റ് പെയർ ഉണ്ട്, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ 16 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ന്യൂമറേറ്ററിൽ വരും, ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും ഡിനോമിനേറ്ററിൽ. എൽ എച്ച് എസ് എക്സ് പ്ലസ് ഐ വൈ ആണ്, ആൻഡ് ന്യൂമറേറ്ററിൽ 16 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ കിട്ടും. So we get x plus iy is equal to 16 into x plus iy by x square plus y square. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, കാരണം ഓൾറെഡി ഇപ്പോൾ എൽ എച്ച് എസിൽ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ആർ എച്ച് എസിനെ സെപ്പറേറ്റ് ആയി എഴുതാം, അതായത് 16 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് റിയൽ പാർട്ട് അല്ലേ. പ്ലസ് ഐ ഇൻറ്റു നെക്സ്റ്റ് ഇമാജിനറി ടേം ആണ് 16 ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവിടെ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസിലെ റിയൽ പാർട്സിനെ ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ ഇമാജിനറി പാർട്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എന്താ കിട്ടുക? റിയൽ പാർട്ട് എക്സ് ഈക്വൽ ടു 16x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സിമിലർലി ഇമാജിനറി പാർട്ട് y അല്ലെ, y is equal to 16y by x square plus y square. ഇതിപ്പോൾ നിങ്ങൾ രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു സൊല്യൂഷനിലാണ് എത്തുക, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 16. അതെങ്ങനെയാണ് വരണേ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. x ഈക്വൽ ടു 16x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ സപ്പോസ് ഇവിടെ ഈ ഒരു x എന്ന് പറയുന്നത്
നമ്മൾ LHS കൊണ്ടുപോയാലും x/x = 16/x² + y². അല്ലേ? So 1 = 16/x² + y². That means x² + y² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇസ് ഈക്വൽ ടു 16. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ സെയിം തന്നെ കിട്ടാം. y/y അത് 1 ആയിരിക്കും. 1 = 16/x² + y² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് അഗെയിൻ x² + y² = 16. അപ്പോൾ രണ്ടിൽ നിന്നും കൺക്ലൂഷൻ എന്താ? x² + y² = 16. അത് ഏതിനെ റെപ്രസെന്റ് ചെയ്യുക? സർക്കിൾ അല്ലേ, വിത്ത് റേഡിയസ് 4. നമുക്ക് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാലോ. x² + y² = r², provided the center is at origin. അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? x - h² + y - k² = r². ഓക്കെ, ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ. പക്ഷേ ഈ ഹെച്ചും കെയും സെന്റർ ആയി കഴിഞ്ഞാൽ അവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് x² + y² = r². അപ്പോൾ ഇവിടെ ഈ x² + y² = 4². ദാറ്റ് മീൻസ് റേഡിയസ് 4 കിട്ടി ആൻഡ് സെന്റർ ഒറിജിൻ ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലോക്കസ് ഓഫ് z ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? എ സർക്കിൾ വിത്ത് റേഡിയസ് r. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ റേഡിയസ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് സെന്റർഡ് അറ്റ് ഒറിജിൻ. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കിയാൽ അറിയാം, രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് എനി സർക്കിൾ എന്നും പിന്നെ ഒരെണ്ണം സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ എന്നും. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കിട്ടി സെന്റർ അറ്റ് ഒറിജിൻ ആണെന്ന്. അപ്പോൾ അത് തന്നെ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a² + b² = 1, then 1 + a - ib by 1 + a + ib is equal to. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റിലേഷൻ തന്നിട്ടുള്ള എന്താ? a² + b² is 1. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a - ib, b a + ib, c - a + ib, d - a - ib and e b + ia. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, a - ib. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കിട്ടണേ നോക്കാം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കുക. നമുക്ക് എവിടെ ഈ ടേം വന്നാലും 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. a² + b² = 1. ഇനി ഈ എക്സ്പ്രഷൻ എടുക്കാം. 1 + a - ib by 1 + a + ib. ഇവിടെ റിയൽ ടേംസ്, അതായത് റിയൽ പാർട്സ് ഗ്രൂപ്പ് ചെയ്യാം. 1 + a യും 1 + a യും അല്ലേ? ആൻഡ് -ib + ib എന്നൊക്കെ പറയുന്നത് ഇമാജിനറി ടേംസ് ആണ്. സാധാരണ ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യില്ലേ, അതുപോലെ. സോ 1 + a - ib ഡിവൈഡഡ് ബൈ 1 + a + ib. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കോൺജുഗേറ്റ് പെയർ കൊണ്ട്, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് പെയർ കൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് 1 + a - ib ഡിവൈഡ് ബൈ 1 + a - ib. അപ്പോൾ ന്യൂമറേറ്റർ നോക്കാം. 1 + a - ib 1 + a - ib. ദാറ്റ് മീൻസ് a - b ഹോൾ സ്ക്വയർ ഫോം അല്ലേ? 1 + a - ib ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ എന്താ വരിക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ a² + b² ചെയ്യാം. ഓക്കെ, അപ്പോൾ a² + b² ചെയ്യണമെങ്കിൽ 1 + a + ib into 1 + a - ib. ഇതാണ് ടേംസ് അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ a² + b² എഴുതാം. a എന്ന് പറയുന്നത് 1 + a ആണ് ഹോൾ സ്ക്വയർ പ്ലസ് b എന്ന് പറയുന്നത് b തന്നെ അല്ലേ, b². 1 + a ഹോൾ സ്ക്വയർ പ്ലസ് b² കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ a² - b² ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഡയറക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്തോളൂ, ഈസി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അത് പക്ഷേ അത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോമിലാണ് ഈസിയെങ്കിൽ അത് തന്നെ അപ്ലൈ ചെയ്തോളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? a² - b² ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ബിയിൽ ib ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, a² + b² എന്ത് ചെയ്താൽ മതി? i നിങ്ങൾ ഒമിറ്റ് ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് മാത്രം ഒന്ന് കെയർഫുൾ ആയി ചെയ്യാം. കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾക്ക് ഏതാണ് ഈസിയർ അത് മാത്രം ചെയ്താൽ മതി. സോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, a - b ഹോൾ സ്ക്വയർ ഫോം. ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് a² + b² എന്ന് എഴുതാം. അപ്പോൾ ഫൈനലി നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടുക? ഇത് നമ്മൾ a - b ഹോൾ സ്ക്വയർ ചെയ്യുന്നില്ലേ, അതേപോലെ ഇലാബറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 + a അതാണ് a എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് ഇതേപോലെ b എന്ന് പറയുന്നത് ib ആണ്, ഇതാണ് b.
സോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ത് ചെയ്യും? എ സ്ക്വയർ, അതായത് 1 പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 1 പ്ലസ് എ ഇൻറ്റു ഐ ബി. മനസ്സിലായോ? അതായത് മൈനസ് ഐ ഇൻറ്റു 2b ഇൻറ്റു 1 പ്ലസ് എ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതി. ആൻഡ് ലാസ്റ്റ് വൺ പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് ഐ ബി ആണ്. അപ്പോൾ ഐ സ്ക്വയർ ബി സ്ക്വയർ. ഇവിടെ ഐ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ക്ലിയർ ആയല്ലോ? ബിക്ക് പകരം ഐ ബി ആണ്. സാധാരണ നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ബിക്ക് പകരം ഐ ബി ആണ് തന്നിട്ടുള്ളത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഡിനോമിനേറ്ററിൽ നമുക്കറിയാം 1 പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി ഈ ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ബി സ്ക്വയർ വരും. ക്ലിയർ ആയല്ലോ? അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. ബാക്കിയെല്ലാം സെയിം. ഇനി ജോയിൻ, അതായത് കമ്പൈൻ ചെയ്യേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 1 മൈനസ് ബി സ്ക്വയർ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് 1. സോ 1 മൈനസ് ബി സ്ക്വയർ എന്താ? എ സ്ക്വയർ അല്ലേ? അപ്പോൾ അത് എ സ്ക്വയർ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഒരു എ സ്ക്വയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 2a പ്ലസ് എ സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു എ സ്ക്വയറും കൂടി ആഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി മൈനസ് ഐ ഇൻറ്റു 2b ഇൻറ്റു 1 പ്ലസ് എ, അതെല്ലാം സെയിം. അതേപോലെ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 1 പ്ലസ് എ ഹോൾ സ്ക്വയർ എന്താ? 1 പ്ലസ് 2a പ്ലസ് എ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാം. 1 പ്ലസ് 2a പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഈ ടേംസ് ഗ്രൂപ്പ് ചെയ്തു. അത് 1 ആണ്. സോ 1 പ്ലസ് 1 2 ആണ്. അപ്പോൾ 2 പ്ലസ് 2a, അതാണ് ഡിനോമിനേറ്റർ വരിക. ഇനി ന്യൂമറേറ്ററിൽ 2a സ്ക്വയർ വരുന്നുണ്ട് അല്ലേ? 2a പ്ലസ് 2a സ്ക്വയർ, അത് റിയൽ പാർട്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തു. മൈനസ് ഐ ഇൻറ്റു 2b ഇൻറ്റു 1 പ്ലസ് എ അങ്ങനെ തന്നെ എഴുതാം. ഇനി നമുക്ക് ഫസ്റ്റ് ടേമിൽ, ഓക്കെ, ഈ ഒരു ടേമിൽ എല്ലാ ടേംസിനും 2 കോമൺ ആണ്. കണ്ടോ? 2 എന്ന് പറയുന്ന ടേം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാത്തൊന്നും പുറത്തേക്ക് എടുത്ത് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഈ 2ഉം 2ഉം ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ഇനി ടേംസ് സിംപ്ലിഫൈ ചെയ്യേണ്ടത് നമുക്ക് ആൻസർ ആയിട്ടില്ല, കാരണം ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ആൻസറിന്റെ ഫോമിൽ എത്തിക്കണം. സോ ഇവിടെ എ എന്ന് പറയുന്ന ടേം, അതായത് 1 പ്ലസ് എ എന്ന് പറയുന്ന ടേം കോമൺ ആണ് എല്ലാത്തിലും. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അറിയാം ഫസ്റ്റ് ടേമിൽ ഇതേപോലെ 2a, ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്തു. ഞാൻ 2നെ കൺസിഡർ ചെയ്യില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് 2 ഇല്ലാത്തതെന്ന്? ഇവിടെ a എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാം. സോ a ഇൻറ്റു 2 ഇല്ല, ഓൾറെഡി ക്യാൻസൽ ചെയ്തു. a ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് a വരും അല്ലേ? 1 പ്ലസ് a. ഓക്കെ, ഇനി സെക്കൻഡ് ടേമിലും 1 പ്ലസ് a ഉണ്ട്. ആൻഡ് ഡിനോമിനേറ്ററിലും 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് a. 2 നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. സോ ഈ 1 പ്ലസ് a ന്യൂമറേറ്ററിലെ എല്ലാ ടേംസിലും ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 ഇൻറ്റു 1 പ്ലസ് a, 2 ഇൻറ്റു 1 പ്ലസ് a. അപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്താൽ ബ്രാക്കറ്റിൽ ഏത് ടേം മാത്രമേ വരുള്ളൂ? a മൈനസ് ഐ ബി. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. 2 എന്ന് പറയുന്ന ടേം എല്ലാത്തിലും, എല്ലാ ടേംസിലും ഉണ്ട്. അത് ശ്രദ്ധിക്കണം. പ്ലസ് മൈനസ് എല്ലാത്തൊന്നും എടുക്കുമ്പോൾ അത് കോമൺ ആയിട്ട് വേണം. ഇതിന് 2 ഇൻറ്റു 1 പ്ലസ് എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 ക്യാൻസലായി. ഇനി ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എയും ന്യൂമറേറ്ററിൽ 1 പ്ലസ് എ. ഇവിടെ കണ്ടോ? ഈ ഒരു ഫസ്റ്റ് ടേമിന് എ എടുത്താൽ 1 പ്ലസ് എ വരും. ആൻഡ് നെക്സ്റ്റ് ടേം മൈനസ് ഐ ബി ഇൻറ്റു 1 പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 ഇല്ല, സോറി, 1 പ്ലസ് എ. ഓക്കെ, ഇപ്പോൾ ഈ 1 പ്ലസ് എ 1 പ്ലസ് എ 1 പ്ലസ് എ എല്ലാത്തൊന്നും ഔട്ട്സൈഡ് എഴുതണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയണമെന്നുള്ളൂ. എല്ലാത്തൊന്നും ക്യാൻസലായി. അപ്പോൾ ഫൈനലി നമുക്ക് ബാലൻസ് ടേംസ് എന്നുള്ള എ മൈനസ് ഐ ബി. ക്ലിയർ ആയല്ലോ? എ മൈനസ് ഐ ബി ആണ് ആൻസർ.